حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. പാപികളായ അടിമകൾക്ക് പോലും സ്വർഗത്തിലേക്ക് അടുക്കുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള അനേകം അവസരങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞ മാസമാണ് റമദാൻ മാസം. ആ ഒരു റമദാൻ മാസത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചോ എന്നതിൽ അള്ളാഹുവിൽ നമ്മൾ ശുക്ർ ചെയ്യണം. ഈ സുദിനങ്ങൾ, ഈ നിമിഷങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ്. അവന്റെ ജീവിതത്തിൽ അനേകം നന്മകൾ പ്രവർത്തിക്കാൻ, തിന്മകളിൽ നിന്ന് മാറി നടക്കാൻ, മാറ്റാൻ കഴിയുന്നില്ല എന്ന് താൻ വിചാരിച്ച തിന്മകളെ ഒഴിവാക്കാൻ, നന്നാവാൻ പലപ്പോഴും വിചാരിച്ചിട്ടും പിശാച് നമ്മൾ അതിൽ നിന്നും മാറ്റി നിർത്തുന്ന സാഹചര്യത്തിൽ നിന്നും ഈ റമദാൻ അത്തരം ആളുകൾക്ക് വലിയൊരാശ്വാസമാണ്. മല്ലന്മാരായ പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധനസ്ഥമാക്കുന്നു. അതിലൂടെ ഏതൊരാൾക്കും മാറാനും ഏതൊരാൾക്കും തിരുത്താനും ജീവിതം സംശുദ്ധമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള വലിയൊരു അവസരമാണ്. ഈ റമദാൻ കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ ഓർമ്മപ്പെടുത്തിയിരുന്നു, ആതാക്കും റമദാൻ ശഹ്റുൽ മുബാറക്, ഇതാ അനുഗ്രഹീതമായ റമദാൻ മാസം നിങ്ങളിലേക്ക് വന്നണഞ്ഞിരിക്കുന്നു. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന, മല്ലന്മാരായ പിശാചുക്കളെ ബന്ധനസ്ഥമാക്കുന്ന റമദാൻ ഇതാ നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുന്നു. ആ റമദാനിൽ എല്ലാ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നരകമോചനം ലഭിക്കുന്ന അടിമകളുണ്ട്. അഥവാ ഈ റമദാനിലെ ഓരോ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനേകം അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ്. അവർക്ക് അല്ലാഹു നിശ്ചയിച്ച മഗ്ഫിറത്ത് കാരണം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നോമ്പിന്റെ വമ്പിച്ച പ്രതിഫലം കാരണം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രികളിൽ അല്ലാഹു നിശ്ചയിച്ച രാത്രി നമസ്കാരത്തിന്റെ ഇസ്തിഗ്ഫാർ കാരണം, വമ്പിച്ച പ്രതിഫലം കാരണം, ഈ സുദിനങ്ങളിൽ, ഈ നിമിഷങ്ങളിൽ ഒരടിമ ചെയ്യുന്ന ഏതൊരു ഇബാദത്തിനും അല്ലാഹു നൽകുന്ന മഹത്തായ പ്രതിഫലം കാരണം ധാരാളം അടിമകൾ ഓരോ സുദിനങ്ങളിലും നരകത്തിൽ നിന്നും അല്ലാഹു മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റമദാൻ കഴിയുമ്പോഴേക്ക് ഒരുപാട് ആളുകളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. ഒരുപാട് ആളുകൾ സ്വർഗത്തിന്റെ അവകാശികളായി മാറുകയാണ്. ഒരുപാട് ആളുകൾ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിക്കുമ്പോൾ തഖ്വയുള്ള ജീവിതം നയിക്കുന്ന ആളുകളായി മാറുകയാണ്. സഹോദരന്മാരെ, അത്രയും വലിയ ഓഫറുകൾ നൽകപ്പെട്ട ഈ ഒരു മാസത്തിൽ ഇപ്പറഞ്ഞ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ സുദിനങ്ങളും ഈ നിമിഷങ്ങളുമെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ പറഞ്ഞ ഹദീസ് നമുക്കെല്ലാവർക്കും മനപ്പാടമുള്ളതാണ്. പ്രവാചകൻ ആമീൻ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച 3 പ്രാർത്ഥനകൾക്കാണ്. ഒരാൾക്ക് ഒരു റമദാൻ വന്നണഞ്ഞിട്ടും ആ റമദാനിലൂടെ അയാളുടെ പാപക്കറകൾ കഴുകിക്കളയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിക്കുമ്പോൾ പാപമുക്തനായി ശവ്വാലിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവന് നാശമെന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയാൻ ഈ റമദാനിലെ രാത്രി നമസ്കാരങ്ങളും, ഈ റമദാനിലെ നോമ്പും, ഈ റമദാനിലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളും, ഈ റമദാനിലെ ഇബാദത്തുകളും സദഖകളും എല്ലാം കാരണമായി തീർന്നിട്ടില്ല എങ്കിൽ നമുക്ക് നാശം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞിട്ടുള്ളത്, ആമീൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ നോമ്പിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്താണ്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ് എന്ന കൃത്യമായ ബോധ്യവും
നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. രാത്രി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സുദീർഘമായ രാത്രി നമസ്കാരങ്ങളിൽ നമുക്ക് അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭിക്കണമെന്ന ചിന്തയോടുകൂടി ഓരോ സെക്കൻഡുകളും നമസ്കാരത്തിൽ കഴിച്ചുകൂട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരിടങ്ങേറായി, ഒരു പ്രയാസമായി, ആളുകളൊക്കെ നമസ്കരിക്കുന്നത് കൊണ്ട് നമസ്കരിക്കാതിരിക്കാൻ നിർവാഹമില്ല, ആളുകളൊക്കെ നോമ്പെടുക്കുന്നത് കൊണ്ട് നോമ്പെടുക്കാതിരിക്കാൻ നിർവാഹമില്ല എന്ന ചിന്ത മാറ്റിവെച്ച് ഈ റമദാനിന്റെ പാപങ്ങൾ കഴുകിക്കളയണം. ഈ റമദാനിൽ എനിക്ക് നരകമോചനം ലഭിക്കണം. ഈ റമദാൻ എന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമാകണം. എന്റെ നന്മയുടെ ഹസനാത്തുകളുടെ മീസാനിൽ വലിയ കരംതൂങ്ങുന്ന അമലുകൾ ഈ റമദാനിൽ എനിക്ക് കരസ്ഥമാക്കാൻ സാധിക്കണം. നമുക്ക് ഈ ഒരു റമദാൻ ആ നിലക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ സഹോദരന്മാരെ, ആ നിലക്ക് നമ്മുടെ ഇബാദത്തുകൾ ഓരോന്നും കൃത്യമായി ഈ റമദാൻ നമ്മൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതുപോലെ തന്നെ സ്വതക്കുകൾ, രാത്രി നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഇബാദത്തുകൾ, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. ഈ റമദാൻ അവസാനിക്കുന്നതോടുകൂടി ധാരാളം ഖത്മുകൾ തീർക്കാൻ, ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ പരിപൂർണമായും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വിശുദ്ധ ഖുർആൻ ഒരു തവണ ഓതിക്കൊടുത്തിരുന്നു. പ്രവാചകൻ വഫാത്താകുന്ന അവസാനത്തെ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 തവണ പൂർണ്ണമായും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഖുർആൻ ഓതിക്കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ സലഫുകളെ സംബന്ധിച്ചിടത്തോളം റമദാൻ കടന്നു വരുമ്പോ മറ്റുള്ള ഇബാദത്തുകളിൽ നിന്നും കൂടുതലായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി അവർ സമയം കണ്ടെത്തിയിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം ബാക്കിയുള്ള ദിക്റിന്റെ സദസ്സുകൾ, അതുപോലെ തന്നെ ഇൽമിന്റെ സദസ്സുകളിൽ നിന്നെല്ലാം മാറി അതൊക്കെ കുറച്ച് പൂർണ്ണമായും വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി മാറിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഏത് സമയത്തും എപ്പോഴും നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും. നമ്മുടെ ജോലി തിരക്കുകൾ കഴിയുന്ന സമയത്ത്, നമ്മൾ പഠന സമയത്തിന്റെ ായിരിക്കുമ്പോഴും, അതുപോലെ തന്നെ നമ്മൾ കടയിലായിരിക്കുമ്പോഴും, നമ്മൾ ഏത് സ്ഥലത്തായിരിക്കുമ്പോഴും, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മുടെ കൈകളിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് വിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് അത് പാരായണം ചെയ്യാൻ നമുക്ക് വലിയ തടസ്സങ്ങളില്ല, നമുക്ക് വലിയ പ്രയാസങ്ങളില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിനരാത്രങ്ങൾ, രാപ്പകലുകൾ നമ്മളിൽ നിന്ന് വിട പറയേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെയാകണം. ഈ വിശുദ്ധ ഖുർആൻ നമ്മളോട് ഈ റമദാനിൽ കൂട്ടുകൂടി മരണം വരെ നമ്മുടെ കൂട്ടുകാരനായി തുടരുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തരമായ ഇബാദത്താണ് വിശുദ്ധ ഈ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയ ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. എന്തിനു വേണ്ടിയാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിന്റെ വലിയൊരു ഉദ്ദേശമായി കൊണ്ട് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നോമ്പിന്റെ മഹത്വവും നോമ്പിന്റെ പ്രതിഫലവും നമുക്കറിയാം. മറ്റുള്ള ഇബാദത്തുകളിൽ നിന്ന് പ്രത്യേകമായി ഓരോ ഇബാദത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലങ്ങൾ നിശ്ചയിച്ചപ്പോൾ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അസ്സൗമു ലി, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അല്ലാഹു എത്രയും നൽകാം. മറ്റുള്ള ഇബാദത്തുകൾക്ക് അല്ലാഹു 10 മുതൽ 700 വരെ ഇരട്ടി പ്രതിഫലം നിശ്ചയിച്ചപ്പോൾ അത് നമ്മുടെ ഇബാദത്തിന്റെ ഇഖ്ലാസിനനുസരിച്ച്, അതിന്റെ കൃത്യതയ്ക്കനുസരിച്ച് 10ഉം 20ഉം 30ഉം 100ഉം 200ഉം 300ഉം അങ്ങനെ 700 വരെ പോകുമ്പോൾ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം 700ഉം കടന്ന് അത് 7000 ആകാം, അത് 70,000 ആകാം. അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പിനെ കുറിച്ച് ചോദിച്ച സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ഇദ്ല ലഹാ, ലാ ഇദ്ല ലഹാ, അതിന് തുല്യമായി മറ്റൊന്നുമില്ല. നോമ്പ് എനിക്കൊരു ഉപകാരപ്പെടുന്ന അമലിനെ കുറിച്ച് പറഞ്ഞു തന്നാലും പ്രവാചകരെ എന്ന് അബൂ ഉമാമ റളിയല്ലാഹു തആല ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈക ബിസ്സിയാം, നീ നോമ്പ് പിടിക്കുക, നോമ്പിനെ മുറുകെ പിടിക്കുക, ധാരാളമായി നോമ്പെടുക്കുക. ലാ മിസ്ല ലഹു, അതിന് തുല്യമായി മറ്റൊന്നില്ല എന്നുള്ളതാണ്. ആരെങ്കിലും ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നോമ്പെടുത്താൽ, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് വഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഹരീഫ, ആരെങ്കിലും ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നോമ്പെടുത്താൽ
70 വർഷത്തെ വഴിദൂരം അവനെയും അവന്റെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്നും അകറ്റുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും മഹത്തരമുള്ളതാണ് ഈ നോമ്പ് എന്നുള്ളത്. അത് നിർബന്ധമായ നോമ്പാകട്ടെ, സുന്നത്തായ നോമ്പുകളാകട്ടെ. അതേസമയം ഈ നോമ്പ് തന്നെ റമദാൻ മാസത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മാസങ്ങളിൽ സുന്നത്തായ നോമ്പെടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ധാരാളം പ്രതിഫലങ്ങൾ, പ്രത്യേകതകൾ ഈ നോമ്പിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. മൻ സോമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും ഈ ഒരു റമദാനിൽ നോമ്പ് നോറ്റാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നോമ്പിലെ ഈ കഷ്ടപ്പാടുകൾ, നോമ്പിലെ ഈ പ്രയാസങ്ങളെല്ലാം നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള കാരണമാണ്. അങ്ങനെ അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ സെക്കൻഡുകളും കടന്നു പോകേണ്ടത്. നോമ്പ് നിർബന്ധമാക്കി എന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിടത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് തഖ്വ കൈക്കൊള്ളാനാണ്. ഈ നോമ്പിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കുന്ന ഏറ്റവും മഹത്തായ കാര്യം, ഇതിന്റെ ലക്ഷ്യം, ഇതിന്റെ ഉദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തഖ്വ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ലഅല്ലക്കും തത്തഖൂൻ എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്, തഖ്വ നേടിയെടുക്കുന്നതിലെ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് നോമ്പ് എന്നുള്ളത്. കാരണം നോമ്പെടുക്കുമ്പോൾ ഒരടിമ തന്റെ മനസ്സാഗ്രഹിച്ചിട്ടും അന്നപാനീയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു. അതുപോലെ തന്നെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. തനിക്ക് വെള്ളം കുടിക്കാൻ കഴിയുമായിരുന്നിട്ടും, തനിക്ക് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമായിരുന്നിട്ടും, തനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുമായിരുന്നിട്ടും, ആരും കാണാതിരിക്കുമ്പോഴും അള്ളാഹു കാണുന്നുണ്ട് എന്നെ, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ല എന്നൊരു നോമ്പുകാരൻ തീരുമാനിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു മനുഷ്യൻ വിട്ടുനിൽക്കുകയാണ്. ഇതിലൂടെ ഒരു മനുഷ്യൻ തഖ്വ നേടിയെടുക്കുകയാണ്. സഹോദരന്മാരെ, ഈ നിലക്ക് ജീവിതത്തിൽ നമ്മുടെ ഒരു റമദാൻ കടന്നു പോകുമ്പോ ജീവിതത്തിൽ മുഴുവനും ഈ തഖ്വ നിലനിർത്തി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാൻ കഴിഞ്ഞാലും സാമ്പത്തിക രംഗത്ത് ആര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതാണ്. അതുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ കുടുംബരംഗത്തും അതുപോലെ തന്നെ സാമൂഹികമായ രംഗങ്ങളിലെല്ലാം നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള കൽപ്പനാ നിർദ്ദേശങ്ങൾ, നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളിലും എല്ലാം ഞാൻ അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചകൾ വരുത്തുകയില്ല. നമ്മുടെ മനസ്സ് ഹറാമുകൾ കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും ആഗ്രഹിച്ചാലും അതിന്റെ സൗകര്യങ്ങൾ ഒരുങ്ങിയാലും ആരും കണ്ടില്ലെങ്കിലും എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയാണ് സഹോദരന്മാരെ ഈ റമദാനിലെ നോമ്പിലൂടെ നേടിയെടുക്കുന്ന തഖ്വയിലൂടെ നമുക്ക് ലഭിക്കാനുള്ളത്. തഖ്വയെ നിർവചിക്കുന്നിടത്ത് അലി റളിയല്ലാഹു തആല പറഞ്ഞത്, തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫ് മിനൽ ജലീൽ, അത്യുന്നതനായ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. വൽ അമലു ബിത്തൻസീൽ, ഈ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമാണ്. ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ വേദഗ്രന്ഥം അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ, അല്ലാഹു നൽകിയത് എത്രയാണോ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി, അതുപോലെ തന്നെ ദുനിയാവിന്റെ വിഭവങ്ങളിൽ അല്ലാഹു നമുക്ക് എത്രയാണോ നൽകിയത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മടങ്ങിപ്പോകാനുള്ള ഒരു ദിവസത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ്. അങ്ങനെ മുന്നൊരുക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് തഖ്വ എന്ന് പറയുന്നത് എന്ന് അലി റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ആ നിലക്കുള്ള ജീവിതമാണോ നിലവിൽ നമുക്കുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത്, അല്ലാഹു നമുക്ക് നൽകിയ മക്കൾ, അല്ലാഹു നമുക്ക് നൽകിയ കുടുംബം, അല്ലാഹു നമുക്ക് നൽകിയ ദുനിയാവിന്റെ വിഭവങ്ങൾ, ഇതിൽ നമ്മൾ സംതൃപ്തരാണോ? അതുപോലെ തന്നെ ഹറാമുകൾ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ അത് അല്ലാഹു കാണുന്നുണ്ട് എന്ന പേടിയോടുകൂടി നമ്മൾ ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ടോ? ആ നിലക്കുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ മനസ്സുകളിലുണ്ടോ? ഓരോ മേഖലകളിലും വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനക്കെത്തിക്കൊണ്ട് ഇത് ഹറാമാണെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, ഇത് നന്മയാണെന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ഓരോ പ്രവർത്തനങ്ങളും മരിച്ചു ചെല്ലേണ്ടവനാണ്, ഈ ഖബറിൽ കിടക്കേണ്ടവനാണ്. 3 തുണ്ടം പൊടിയുമായി ഖബറിലേക്ക് നമ്മുടെ മയ്യിത്തിനെ ഇറക്കി വെക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അവിടേക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലെ അധികവും ഉണ്ടാകേണ്ടത്. നമ്മുടെ അധ്വാനങ്ങൾ അധികവും ആ പരലോക ജീവിതത്തിന് വേണ്ടിയാണ്. ഈ നശ്വരമായ ദുനിയാവിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അഖിലവും
അനശ്വരമായ പരലോക ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന ചിന്തയോടുകൂടി നമ്മുടെ കർമ്മങ്ങളെ ഒരുക്കാൻ, ആ നിലക്ക് ക്രമീകരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നിലവിൽ സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സഹോദരന്മാരെ, തഖ്വയിൽ അധിഷ്ഠിതമല്ല നമ്മുടെ ജീവിതം. ഈ റമദാനിൽ അള്ളാഹുവിനു വേണ്ടി അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ മാറ്റിവെച്ചതുപോലെ തുടർന്നുള്ള ഓരോ ജീവിതങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതേത്, ഹലാലാക്കിയതേത് എന്ന് കൃത്യമായി പഠിച്ചുകൊണ്ട് ആ നിലക്ക് നന്മ തിന്മകളെ നന്മ തിരഞ്ഞെടുത്തും തിന്മ ഒഴിവാക്കിക്കൊണ്ടും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സന്നദ്ധമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളായ ആളുകളോടും വേദം നൽകപ്പെട്ട ആളുകളോടും ബാക്കിയുള്ള എല്ലാ മനുഷ്യരോടും വസിയ്യത്ത് ചെയ്യുകയാണ് തഖ്വ കൈക്കൊള്ളാൻ. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും നിങ്ങളോടും അല്ലാഹു കൽപ്പിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്താണ് തഖ്വ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഖ്വ ഹാഉനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസൂയയിൽ നിന്നും പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും നിങ്ങൾ വിട്ടകന്ന് ജീവിക്കണം, അത്തരം മോശമായ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകരുത് എന്ന് സ്വഹാബാക്കൾക്ക് സാരോപദേശം നൽകിയിട്ട് പ്രവാചകൻ ഹൃദയത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. സഹോദരന്മാരെ, ഹൃദയത്തിൽ നിന്നും രൂപപ്പെട്ടു വരേണ്ടതാണ് തഖ്വ എന്ന് പറയുന്നത്, പുറംമോടികളല്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നു, തഖ്വ എന്ന് പറഞ്ഞാൽ അത് പ്രകടനങ്ങളല്ല, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രത്യക്ഷമായ പ്രവർത്തനങ്ങളല്ല, അത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയ അത്യുന്നതനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അതുപോലെ തന്നെ ആ അള്ളാഹുവിനുള്ള ഭയവുമാണ്, അതിനനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുകയും നമ്മൾ പരസ്പരം തഖ്വയിൽ വസിയ്യത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുക, ബാക്കിയുള്ള ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുക. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്, യാ ഉമർ ഇത്തഖില്ലാഹ്, ഉമറേ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഉമർ റളിയല്ലാഹു തആല തിരിച്ച് മറുപടിയായി പറഞ്ഞത്, നീ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല എങ്കിൽ നിന്നിൽ ഏതൊരു ഖൈറുമില്ല. ഞാൻ നീ തഖ്വ കൈക്കൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ എന്നിലും ഏതൊരു ഖൈറുമില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തഖ്വ കൈകൊണ്ട് ജീവിക്കാൻ പരസ്പരം നമ്മൾ ഉപദേശിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ സന്ദർഭങ്ങളിൽ മിമ്പറിൽ കയറി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴും തഖ്വ കൈക്കൊള്ളാൻ ഉപദേശിക്കുമായിരുന്നു. മാത്രമല്ല, എല്ലാ ഖുതുബയുടെയും തുടക്കത്തിൽ തഖ്വ കൈക്കൊള്ളണമെന്ന് അല്ലാഹു കൽപ്പിച്ച 3 ആയത്തുകൾ പ്രത്യേകമായി പാരായണം ചെയ്യുമായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ചൊവ്വായ വർത്തമാനം പറയുക. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, മനുഷ്യരെ, ഒരാത്മാവിൽ നിന്നും അല്ലാഹു സൃഷ്ടിച്ച തന്റെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൈക്കൊള്ളാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ നിലക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകൾ പാരായണം ചെയ്ത് എല്ലാ ഖുതുബകളിലും, എല്ലാ പെരുന്നാൾ നമസ്കാരത്തിലെ ഖുതുബകളിലും, എല്ലാ പ്രവാചകന്റെ സംസാരങ്ങളുടെ തുടക്കത്തിലും ഈ ആയത്തുകൾ പാരായണം ചെയ്ത് തഖ്വ കൈക്കൊള്ളാൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ, മരണം വരെ അല്ലാഹുവിനെ സൂക്ഷിച്ച് സൂക്ഷ്മതാബോധമുള്ളവരായി കൊണ്ട് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുമായിരുന്നു. തുർഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാഹ്, താബിഈ പണ്ഡിതൻ, അദ്ദേഹം തഖ്വയെ നിർവചിക്കുന്നത് മനോഹരമായി നിർവചിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ അൻ തഅമല ബിതാഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വഅൻ തത്റുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. നീ അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിന് അനുസൃതമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിനനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് നന്മ ചെയ്യലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയെ ഒഴിവാക്കലാണ്. ഏതൊരു നന്മ ചെയ്താലും അത് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആ അനന്തവിശാലമായ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹു വിശ്വാസികൾക്ക് മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞത് മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കലാണ്.
അതുപോലെ തന്നെ അള്ളാഹു ഒരുക്കി വെച്ച അള്ളാഹുവിന്റെ ഭയാനകരമായ ശിക്ഷകളെ കുറിച്ച് അതിന്റെ ബോധ്യത്തോടു കൂടി അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ജീവിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, ആ നിലക്ക് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കർമ്മങ്ങളും പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സലഫുകളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയാൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുന്നിടത്ത് എത്രമാത്രം അവർ മുന്നേറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബൂ ദഹ്ദ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു യതീമായ, ഒരു സാധുവായ ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. എന്റെ അയൽവാസിയായ മനുഷ്യന്റെ ഈത്തപ്പന മരം എന്റെ മതിലിലേക്ക് ചാരി നിൽക്കുകയാണ്, അതെനിക്ക് പ്രയാസമുണ്ടാക്കുന്നു. അദ്ദേഹത്തിൽ നിന്നും ആ ഈത്തപ്പന മരം വാങ്ങാനുള്ള കാശ് എന്റെ അടുക്കലില്ല. താങ്കൾ എങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞ് അതെനിക്ക് വാങ്ങിത്തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഈത്തപ്പന മരത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തി, താങ്കൾ ഈ മരം ഇദ്ദേഹത്തിന് ദാനമായി നൽകിയാൽ താങ്കൾക്ക് ഇതിന് പകരമായി സ്വർഗത്തിലൊരു ഈത്തപ്പന മരമുണ്ട് എന്ന്. പ്രവാചകൻ നൽകിയ ഓഫർ അദ്ദേഹം സ്വീകരിച്ചില്ല. ഇത് കേട്ടു നിന്ന അബൂ ദഹ്ദ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, ഞാനത് വാങ്ങി നൽകിയാൽ എനിക്ക് കിട്ടുമോ സ്വർഗത്തിലെ ആ ഈത്തപ്പന മരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഇദ്ദേഹത്തോട് ഓഫർ ചെയ്യാൻ തുടങ്ങി. ഇത് വാങ്ങാൻ വേണ്ടി ഓരോ കാര്യങ്ങളും അദ്ദേഹത്തോട് ഓഫർ ചെയ്തു. അവസാനം അദ്ദേഹത്തിന്റെ വലിയ വരുമാനമായിരുന്ന അദ്ദേഹത്തിനുണ്ടായിരുന്ന 600ഓളം ഈത്തപ്പന മരങ്ങളുള്ള മനോഹരമായ തോട്ടം, ആ ഒരു മരത്തിന് പകരമായി അദ്ദേഹം ആ തോട്ടത്തെ വിറ്റ് ഈ മരം വാങ്ങി ആ യതീമായ കുട്ടിക്ക് കൊടുത്ത് ഈ സ്വർഗത്തിലെ ഒരു ഈത്തപ്പന മരം അദ്ദേഹം വാങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അബൂ ദഹ്ദാഹിന് എത്രത്തോളം ഫലം കായ്ക്കുന്ന മരങ്ങൾ പിന്നെ ഈത്തപ്പന മരങ്ങൾ ആണ് സ്വർഗത്തിലുള്ളത് എന്ന് അദ്ദേഹത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ തോട്ടം വിറ്റതിന് ശേഷം അദ്ദേഹം നേരെ തോട്ടത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ആ തോട്ടത്തിലാണുള്ളത്. ഭാര്യയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ്, ഉമ്മു ദഹ്ദ, യാ ഉമ്മു ദഹ്ദ, ഈ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുക. കാരണം ഈ തോട്ടം ഞാൻ സ്വർഗത്തിലെ ഒരു ഈത്തപ്പന മരത്തിന് വേണ്ടി വിറ്റിട്ടുണ്ട് എന്ന്. അത് കേട്ട ഉടനെ ഉമ്മു ദഹ്ദ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എത്ര ലാഭകരമായ കച്ചവടമാണ് എന്നാണ്. സഹോദരന്മാരെ, അവർക്കുണ്ടായിരുന്ന വലിയൊരു വരുമാനമായിരുന്നു, വലിയ വിശാലമായ ഒരു തോട്ടമായിരുന്നു ആ തോട്ടം സ്വർഗം കിട്ടുമെന്നറിഞ്ഞപ്പോ വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആവേശത്തോടുകൂടി അത് വിറ്റ് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം വാങ്ങുമ്പോൾ, സഹോദരന്മാരെ, ഇതുപോലെ ഓരോ നന്മകളും സ്വർഗത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നതും സലഫുകളുടെ ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃകയാണ്. അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ കുട്ടികളെ പോലെ നരകത്തിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ കരഞ്ഞു തീർത്തവരാണ് സ്വഹാബാക്കൾ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആനിലെ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്ന ആയത്ത് പാരായണം ചെയ്ത് കരഞ്ഞ് രോഗിയായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ചുള്ള ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്റെ ഉമ്മ പ്രസവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞാനൊരു ആടായിരുന്നുവെങ്കിൽ, ആ ആടിനെ അതിന്റെ ഉടമസ്ഥൻ അതിനെ അറുത്ത് പാകം ചെയ്ത് അത് കറിവിച്ച് കടിച്ചു തീർക്കുന്ന ഒരാടായിരുന്നുവെങ്കിൽ ഞാൻ എന്നാഗ്രഹിച്ച സ്വഹാബാക്കൾ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ്. അതുപോലെ തന്നെ ഖബർ കാണുമ്പോ അതിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഉന്നതനായ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അതായിരുന്നു സഹോദരന്മാരെ നരകത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെ കുറിച്ച് അവരുടെ ഭയം. അതാണ് അവരുടെ ജീവിതത്തെ നയിച്ചത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരെ നയിക്കേണ്ടത് ഈ തഖ്വയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും മരണം വരെ നമ്മളെ നയിക്കേണ്ടത് ഈ തഖ്വയാണ്. അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ നമ്മൾ പണിയെടുക്കുക. ഈ റമദാനിലെ നോമ്പുകൾ ആ നിലക്ക് നാവ് കൊണ്ടുള്ള തിന്മകളിൽ നിന്നും മുക്തമായി, അതുപോലെ തന്നെ എല്ലാവിധ തോന്നിവാസങ്ങളിൽ നിന്നും തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടകന്ന് പരിപൂർണമായി തഖ്വയോടുകൂടി ജീവിച്ച് റമദാൻ കഴിയുമ്പോൾ ഒരു മുത്തഖിയായി മാറി മരണം വരെ ഒരു മുത്തഖിയായി തുടർന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ സുന്നദ്ധമാവുക. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.